ദേശീയപാത നിർമ്മാണം നടക്കുന്ന കൊല്ലം പാലത്തറ ജംഗ്ഷനിൽ സർവീസ് റോഡ് ഇടിഞ്ഞു താഴ്ന്നു. ഓടയുടെ പണി നടക്കുന്ന സർവീസ് റോഡാണ് ഇടിഞ്ഞത്. അപകടാവസ്ഥ ചൂണ്ടിക്കാണിച്ചിട്ടും കരാറുകാർ അവഗണിച്ചെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, എന്താണ് സംഭവിച്ചത്? പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പാലത്തറയിലാണ്. അതായത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് തന്നെ ഈ സർവീസ് റോഡിലാണ്. സർവീസ് റോഡിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇപ്പോൾ റോഡിന്റെ പകുതിയോളം ഈ ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നു. ഈ ഒരു ഓട നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഇടിഞ്ഞു താഴ്ന്നത്. അതായത് നാട്ടുകാരൊക്കെ ആരോപിക്കുന്നത് ഇവിടെ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കാതെ അല്ലെങ്കിൽ ഇത് കെട്ടി അടയ്ക്കാതെ, സാധാരണയായി സർവീസ് റോഡൊക്കെ പണി നടക്കുന്ന സമയം, ഓടയുടെയൊക്കെ ഈ നിർമ്മാണം നടക്കുന്ന സമയം കൃത്യമായും ഇടിഞ്ഞു പോകാത്ത രീതിയിൽ ഒരു സംരക്ഷണം ഒരുക്കിയിട്ടാണ് മറ്റ് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നാൽ അതിവിടെ ഉണ്ടായില്ല. കുറച്ചു ദിവസമായി തന്നെ ഇത് കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു. പിന്നീടാണ് ഈ റോഡിന്റെ പകുതി ഭാഗവും താഴേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. അപകടാവസ്ഥയിലുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു സർവീസ് റോഡ് ഉള്ളത്. ഇതോടുകൂടി തന്നെ റോഡ് ഭാഗികമായും പോലീസ് ഇടപെട്ട് അടച്ചിരിക്കുകയാണ്. അതോടൊപ്പം നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഓടയുടെ നിർമ്മാണം, അതായത് ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. അതിന് സമീപത്ത് തന്നെയാണ് കരാറുകാർ ഇത് ശ്രദ്ധയോടെ ചെയ്തില്ല എന്നത് തന്നെയാണ് ഉയരുന്ന ആരോപണം. ദേശീയപാത അതോറിറ്റി അധികൃതരെ ഇക്കാര്യം അറിയിച്ചപ്പോൾ പരിശോധന നടത്തും, കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ റോഡിലിപ്പോൾ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അപകടകരമായിട്ടുള്ള ഒരവസ്ഥയിലാണ് ഈ റോഡുള്ളത്. പലയിടത്തും ഇത്തരത്തിൽ തന്നെയാണ്. ഈ ദേശീയപാത നിർമ്മാണം നടക്കുമ്പോൾ അതിൽ കരാറുകാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പിഴവുകൾ അത് തന്നെയാണ് കൂടുതലും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കാരണം ഈ കൊല്ലം ജില്ലയിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരുമ്പോൾ അതിൽ ഇങ്ങനെയുള്ള പിഴവുകൾ സംഭവിക്കുന്നു. അതിൽ കൃത്യമായിട്ടുള്ള നടപടി ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുള്ളതാണ് ഉയരുന്ന ആവശ്യം. എന്തായാലും നിരവധി പേരാണ് ഇവിടെ, ഓട്ടോറിക്ഷ തൊഴിലാളികളടക്കം നിരവധി പേരാണ് ഇവിടെയൊക്കെ ഉള്ളത്. നമുക്ക് എന്തായാലും പറയാം, ചേട്ടാ, ഈ ഒരു അപകടകരമായിട്ടുള്ള അവസ്ഥയാണല്ലേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്? അതെ. അത് ഇപ്പം നമ്മളിവിടെ എന്ന് പറഞ്ഞത് സ്കൂള് അടച്ചപ്പോൾ മുതൽ നമ്മൾ ഇതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം എന്തെങ്കിലും സ്കൂൾ തുറക്കുന്നതിനാകുമ്പോൾ എന്തെങ്കിലും ചെയ്ത് ഇവിടെ തീരുമാനം ഉണ്ടാക്കുന്നത്. സാധാരണ ഈ ഒരു സംരക്ഷണം ഒരുക്കിയിട്ട് വേണമല്ലേ ഇത്? സംരക്ഷണം ഒന്നും ശരിയല്ല. അതിന്റെ അടി, ആ ഇടിഞ്ഞൊക്കെ നോക്ക്, അതിന്റെ അടി മൊത്തം ഇന്റർലോക്ക് കിടക്കുക. അതൊന്നും എടുത്ത് മാറ്റി അതിന്റെ മിക്സറൊന്നും താഴ്ചയിൽ ഇടാതെ തന്നെ അത് ഇട്ടിരിക്കുന്നത്. സർവീസ് റോഡ് പകുതിയോളം ഇടിഞ്ഞു പോയ സ്ഥിതിയാ. ഇനി വലിയ വാഹനങ്ങൾ ഹെവി ലോഡ് പോവാണെങ്കിൽ വാക്കുകൂടി ഇടിഞ്ഞ് താഴെ വീഴും. ചിലപ്പോൾ പോകുന്ന വാഹനങ്ങളും താഴെ വീഴുന്ന. സ്കൂൾ ബസ്സുകളൊക്കെ ഇതുവഴി പോകുന്നല്ലേ? 8 സ്കൂളിന്റെ ബസ്, 8-9 സ്കൂളിന്റെ ബസ് മൊത്തം കുട്ടികളായിട്ട് പോകുന്ന ഇതിലൂടെ ക്രോസ് ചെയ്യുന്നതാണ്. തീർച്ചയായും അത്തരത്തിൽ വലിയ വാഹനങ്ങൾ അടക്കം പോകുന്ന സർവീസ് റോഡാണ് ഇപ്പോൾ പകുതിയോളം ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നത്. ഇതിൽ കൃത്യമായൊരു നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ എല്ലാവരുടെയും ആവശ്യം. കാരണം ഏറെ നാളായി തന്നെ ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കരാറുകാരൊക്കെ വരുമ്പോൾ ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. പക്ഷേ ശ്രദ്ധിച്ചല്ല കാര്യങ്ങൾ മുന്നോട്ട് പോയതെന്നാണ്. ഓടയുടെ പണിയല്ലേ നടക്കുന്നത്? ഓടയുടെ റോഡ് പൊളിയുകയാണ്. ദേശീയപാത നിർമ്മാണം നടക്കുന്ന കൊല്ലം പാലത്തറ ജംഗ്ഷനിൽ സർവീസ് റോഡ് ഇടിഞ്ഞു താഴ്ന്നു. അവിടെ നിന്നുള്ള വാർത്തയും ദൃശ്യങ്ങളുമാണ് മനോജ് പങ്കുവച്ചത്.